തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് പൂരക്കാഴ്ചകൾ പോലെ തൃശ്ശൂരിലും വളരെ വാശിയേറിയ പോരാട്ടമാണ് നടക്കുന്നത്. ത്രികോണ മത്സരമാണ്. ഒരുപാട് അടിയൊഴുക്കുകൾ, പ്രത്യേകിച്ചും FCRA വന്ന സാഹചര്യത്തിൽ ഒരുപാട് അടിയൊഴുക്കുകൾക്ക് സാധ്യതയുള്ള മണ്ഡലമാണിത്. വാർത്താ അവതാരക തൃശ്ശൂരിൽ നിന്ന് അമൃത പടിക്കാൽ നമുക്കൊപ്പം ചേരുന്നു. അമൃത, തൃശ്ശൂരിലെ മണ്ണിൽ നിൽക്കുമ്പോൾ ഒരു പൂരം പോലെ, പൂരം അടുത്ത നാളുകൾ പൂരമാണ്. അപ്പോൾ പൂരത്തിന് മുമ്പ് മറ്റൊരു പൂരമാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് പൂരം. എന്തൊക്കെയാണ് അവിടെ നിന്ന് അമൃതയ്ക്ക് ഫീൽ ചെയ്ത കാര്യങ്ങൾ? SKN സൂചിപ്പിച്ചതുപോലെ തന്നെ ശക്തന്റെ തട്ടകത്തിലാണുള്ളത്. പൂരത്തിന്റെ നാട്ടിലാണുള്ളത്. അതുപോലെ തന്നെ നമുക്കറിയാം, തൃശ്ശൂർ എന്ന് പറയുന്നത് സാംസ്കാരിക തലസ്ഥാനമാണ് കേരളത്തിന്റെ. എല്ലാം കൊണ്ടും അതിശക്തമായൊരു മത്സരം തന്നെയാണ് ഇത്തവണയും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. SKN തന്നെ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ത്രികോണ മത്സരം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് ഇവിടെ തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. മാത്രവുമല്ല, വളരെ സസ്പെൻസ് നിറഞ്ഞ അല്ലെങ്കിൽ ത്രില്ലടിപ്പിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഒരു മത്സരം ഇത്തവണ തൃശ്ശൂരിൽ തീർച്ചയായും കാണാൻ കഴിയും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷമായി LDFന്റെ കയ്യിലുള്ള മണ്ഡലമാണ്. അത് തിരിച്ചുപിടിക്കാനുള്ള എല്ലാ കളികളും കളിക്കുന്നുണ്ട് UDF എന്ന് പറയുന്നത്. മാത്രമല്ല, NDAയ്ക്കും ഇത്തവണ വലിയ പ്രതീക്ഷയുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തിയപ്പോൾ ഈ പ്രചാരണത്തിനായി അദ്ദേഹം കണ്ടുവച്ചതും ഈ പറഞ്ഞതുപോലെ പാലക്കാടും തൃശ്ശൂരും തന്നെയാണ്. കാരണം ഈ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ലഭിച്ച ആ ഒരു വലിയ ഭൂരിപക്ഷം തീർച്ചയായും അത് ഒക്കെ തന്നെ വലിയ പ്രതീക്ഷ വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായും വളരെ പ്രവചനാതീതമായൊരു മത്സരം നടക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.